നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഈ 3 മിസ്റ്റേക്കുകൾ നിങ്ങൾ തിരുത്തി മനസ്സിലാക്കി കൃത്യമായിട്ടൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിച്ചാൽ എവിടെ നിന്നൊരു വാഹനം എടുക്കുമ്പോഴും ഓഫ് ആകാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കൊണ്ടൊരു വാഹനം സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നു, അതുപോലെ തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു വാഹനം നിർത്തിയെടുക്കുമ്പോൾ ഓഫായി പോകുന്നു. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നപ്പോൾ ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. തനിയെ വാഹനം ഓടിക്കണം എന്ന അതിയായ ആഗ്രഹമാണ്, പക്ഷേ തനിയെ അങ്ങോട്ട് വാഹനം ഓടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷവും 1-2 പ്രാക്ടീസിന് പോയാലേ അപ്പം പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം. 70-75 വയസ്സുള്ള അമ്മച്ചിമാർ പോലും അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്ലച്ചിലും ബ്രേക്കിലും ഇതുപോലെ ആയിരിക്കും കാലിരിക്കുക. എന്ത് ചെയ്യും, പലരും ക്ലച്ചിൽ നിന്ന് പതിയെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഈ ബ്രേക്കിൽ നിന്ന് ഇവിടെ പലരും അങ്ങ് മറന്നു പോകും. എന്ത് സംഭവിക്കും, ഗിയറിൽ കിടക്കുന്ന വാഹനമാണ് ഇടിച്ച് ഓഫായി പോകും. പലരും ശ്രദ്ധിക്കത്തില്ല. മുമ്പിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ വാഹനം എടുക്കുന്നത് കണ്ടോണ്ടോ, മുമ്പിൽ നിന്ന് ആരെങ്കിലും കൈ കാണിക്കുന്നത് കണ്ടോണ്ടോ എന്ത് ചെയ്യും, വേഗത്തിൽ ഇവർ കാലെടുക്കുന്നതാണ്. അപ്പൊ കാല് എവിടുന്ന് മാറ്റാൻ മറന്നുപോയി, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാൻ മറന്നുപോയി. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ, ഒരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പതിയെ ബ്രേക്കിൽ നിന്ന് വേണം ആദ്യം ഒന്ന് മാറ്റി നോക്കാൻ. പതിയെ ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റുകയല്ല, പതിയെ എടുത്ത് നോക്കുന്ന സമയത്ത് ബാക്കിലേക്കോ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കോ വാഹനം ബ്രേക്കിൽ നിന്ന് മാറുന്ന സമയത്ത് പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് മെല്ലെ ക്ലച്ചിൽ നിന്ന് എടുക്കാൻ നിങ്ങൾ പഠിക്കുക. ആ ഒരു കൃത്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കൊരു വാഹനം എവിടെ നിന്ന് എടുക്കാൻ കഴിയും. അത് ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് നിങ്ങളെ പ്രതലം മനസ്സിലാക്കുക. അതായത് മുമ്പേ പ്രതലം മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും, നമ്മൾ ഒരു വാഹനം നിന്ന വാഹനമാണ്, അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് വേഗത്തിൽ നിങ്ങൾ കാലെടുക്കാൻ ശ്രമിക്കരുത്. കാരണം വേഗത്തിൽ കാലെടുത്താൽ, എത്ര അറിയാവുന്ന ഒരാളാണെങ്കിൽ എത്ര നാളുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ വേഗത്തിൽ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ എന്ത് സംഭവിക്കും, വാഹനം ഇടിച്ച് ഓഫായി പോകും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ്. അപ്പൊ മുൻപ് ചിലപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഓഫായി കാണത്തില്ല, ചിലപ്പോൾ ചെറിയൊരു ഇറക്കം വേണ്ടാകാം. അപ്പൊ എല്ലാ പ്രതലത്തിലും എപ്പോഴും നമ്മളൊരു വാഹനം നിർത്തിയെടുക്കുമ്പോൾ അത് ഇറക്കം തന്നെയാണോ നിരപ്പ് തന്നെയാണോ ഇല്ല. അപ്പം ചിലപ്പോൾ ഒരു സ്ലോപ്പ് കയറ്റമായിരിക്കും. എന്ത് സംഭവിക്കും, ക്ലച്ചിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്വല്പം സ്പീഡ് കൂടി എന്ത് സംഭവിക്കും, വാഹനം ഇടിച്ച് ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് ഗിയറിലാണ്, എന്ത് ചെയ്യണം, മേളിൽ വരെയും ക്ലച്ചിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വേഗത്തിൽ ക്ലച്ചിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത്. അതേപോലെ തന്നെ കയറ്റത്ത് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവര് കാഫ് ക്ലച്ചിൽ ഇങ്ങനെ പതിയെ കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് മാറ്റി, ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അത് കാഫ് ക്ലച്ചിൽ ആകാത്തതിന്റെ കാരണത്താൽ ഇത് ക്ലച്ച് സ്വല്പം താന്നിരിക്കുകയായിരിക്കും. എന്ത് സംഭവിക്കും, വാഹനം ബാക്കിലേക്ക് ഉള്ളും. ഇത് കണ്ടോണ്ട് എന്ത് ചെയ്യും, വേഗത്തിൽ പെട്ടെന്ന് പിന്നെയും ക്ലച്ചിൽ നിന്ന് കാലെടുക്കും. അന്നേരം സംഭവിക്കുന്നത് തന്നെയാ, ഇതുപോലെ ഇടിച്ച് വണ്ടി ഓഫായി പോകും. അങ്ങനെയുള്ള അപ്പൊ നമുക്ക് കയറ്റത്തോട് ഇപ്പൊ ബാക്കിലോട്ട് പോകുന്ന നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, പാനിക്കായി പോകും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഇതൊരു വൈബ്രേഷൻ, ആ സമയത്തൊക്കെ വൈബ്രേഷൻ വരാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റുകയോ അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്ന് പിന്നെ ആ വൈബ്രേഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് എടുക്കുകയോ ചെയ്യരുത്. അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു വാഹനം നമ്മൾ റോഡിലൂടെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഒരു വാഹനം ഓഫായി പോകാം. ഈ ഓഫായി പോകുന്ന സമയത്ത് ഈ ഒരു വാഹനം ന്യൂട്രലാണെങ്കിൽ എന്താകത്തില്ല, ഓഫ് ആകത്തില്ല. അത് ഗിയറിലായതുകൊണ്ടായിരിക്കും ഓഫ് ആകുന്നത്. പലരും എന്ത് ചെയ്യും, ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയും അവിടെ നിന്ന് ബാക്കി വരുന്ന വണ്ടികൾ ഓൺ അടിക്കുന്നതിന് മുമ്പേ വേഗത്തിൽ ഒന്ന് പെട്ടെന്ന് എടുക്കാൻ മാത്രമേ എന്ത് ശ്രമിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തില്ല, ശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പതിയെ ബ്രേക്ക് വന്ന് മാറ്റി ക്ലച്ച് എന്നൊക്കെ എടുക്കാൻ ശ്രമിക്കും. ആ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇടിച്ച് വണ്ടി അങ്ങ് ഓഫായി പോകും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വീണ്ടും
സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോഴാണെങ്കിലും ഓഫായി പോകും. ഈ 2 പ്രാവശ്യം ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ പാനിക്കാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പുറത്തെ ബാക്കിൽ ഒരു വണ്ടി വരുന്ന റോഡ് അടിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ വാഹനം കഴിഞ്ഞ് കൈ കാണിക്കും. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഒരു സൗണ്ടുകളും ബഹളങ്ങളും കേൾക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മൊത്തം എങ്ങോട്ട് പോകും? ആ വെളിയിലേക്ക് പോകും. ആ വെളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൈയും കാലും കൊണ്ടും എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പാനിക്കാവും. അപ്പം എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? വെപ്രാളം കാണിക്കും. എന്തുകൊണ്ടാണ് പിന്നെ 2 പ്രാവശ്യം വീണ്ടും ഓഫായി പോയത്? നിങ്ങൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു വണ്ടി ഓഫായി കഴിഞ്ഞപ്പോൾ നമ്മൾ റോഡിൽ കൂടെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കണമെന്നില്ല. എന്തായിരിക്കും? ചിലപ്പോൾ 3rd ഗിയറോ 4th ഗിയറിലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് മാത്രമേ ചെയ്തുള്ളൂ? ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. ബാക്കി നിങ്ങൾ എന്താണെന്നൊന്നും വണ്ടി ചെയ്യേണ്ടതെന്നൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ആക്കി വേണം ചെയ്യാൻ? ന്യൂട്രലാക്കി വേണം എന്ത് ചെയ്യാൻ? വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല ക്ലച്ചും ബ്രേക്കും ചവിട്ടിയാലും നമുക്ക് ക്ലച്ച് ചവിട്ടുമ്പോഴത്തേനും ഏത് ഗിയർ കിടന്നാലും ന്യൂട്രാണ്. സംഭവം ശരിയാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരു തുടക്കക്കാരാകുമ്പോൾ നമ്മൾ അത് വേഗത്തിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് എടുക്കാൻ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ശ്രമിക്കത്തുള്ളൂ. ഗിയർ മാറാനും ചെയ്തില്ല, ശ്രമിക്കുകയില്ല. അതേസമയത്ത് നമ്മൾ ന്യൂട്രലാക്കിയാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബ്രേക്കിൽ നിന്ന് മാറുന്നിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകത്തില്ല. മുമ്പോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി അനങ്ങുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കും മുമ്പോട്ട് അനങ്ങാത്തത്. അത് ഗിയർ ഇടാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ഏത് ഗിയർ തന്നെ ഇടും? ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ തന്നെ ഇടും. അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം? ന്യൂട്രലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. ഏത് വണ്ടിയാണെങ്കിലും, നമ്മൾ ബൈക്കാണെങ്കിലും നമ്മൾ ഗിയറിലിട്ട് ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യുമല്ല, എന്ത് ചെയ്യും? ന്യൂട്രലാക്കിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഒരു വണ്ടി, അതുകൊണ്ട് തന്നെ തിരക്കിനകത്ത് വെച്ച് വണ്ടി ഒരു ബൈക്കാണെങ്കിലും ഓഫായി പോകും. എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമല്ല, എന്ത് ചെയ്യും? പെട്ടെന്ന് വേഗത്തിൽ നമ്മൾ ന്യൂട്രലാക്കി വിടും. ന്യൂട്രലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏതൊരു വണ്ടിയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ന്യൂട്രലാക്കി എന്ന് വേണം എന്ത് ചെയ്യാൻ? സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ട? എവിടെ നിന്ന് ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പാനിക്കേണ്ട കാര്യമില്ല, വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. വണ്ടി കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ തന്നെ വേണം. അപ്പം നിൽക്കുന്ന വണ്ടിയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വണ്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാകും ആ എടുക്കുന്ന വണ്ടി ഏത് ഗിയറിൽ എടുക്കണം, ക്ലച്ച് വണ്ടി ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ, അതായത് 1 നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറ്റാൻ, 2 ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗിയറുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എവിടുന്ന് വാഹനം ഓഫ് ആകാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പലരും മറന്നു പോകുന്ന ഒരു കേസാണ് ഹാൻഡ് ബ്രേക്ക്. അപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയാത്തത്. അപ്പൊ നമ്മൾ ഹാൻഡ് ബ്രേക്കും പലരും എന്ത് ചെയ്യും? ഇട്ടേച്ചൊക്കെ വാഹനം എടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ ഒരു കാരണത്താലും നമുക്ക് വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ്. അപ്പൊ പിന്നെ ഓടിച്ചോണ്ട് പോകുന്ന വണ്ടിക്ക് നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ടും ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യണം? എടുക്കുന്ന വണ്ടിക്ക് മാത്രം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.